ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേൻ എടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. തേൻ ഒരു ഔഷധമാണ്. നല്ല ക്ഷമയും ചെയ്യാനൊരു മനസ്സുമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തേൻ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. തേനിൻ്റെ ഗുണങ്ങളൊക്കെ എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. അപ്പോൾ നമുക്ക് തേൻ എടുക്കാൻ പാം. ഈച്ചയുടെ കുത്ത് കണ്ടമാനം കൊള്ളാതിരിക്കാൻ വേണ്ടി ചെറിയൊരു തയ്യാറെടുപ്പൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഷർട്ട് ഇടുക, ഒരു ഗ്ലൗസ് ഇടുക, അതുപോലെ തന്നെ ഇപ്പം മറയ്ക്കത്തക്കവണ്ണം തലയിൽ ഒരു നെറ്റ് കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി നിന്ന് തേനെടുക്കാവുന്നതാണ്. ഈച്ചയുടെ കൊത്തു കൊള്ളാൻ റെഡിയുള്ളവരൊന്നും ഇതൊന്നും ഇടണമെന്നില്ല. ഈച്ചയുടെ കുത്തു കൊള്ളുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, ആർത്രൈറ്റീസ് ഒക്കെ ഉള്ളവർക്ക്. പക്ഷെങ്കിൽ ഞാൻ ഏതായാലും കുത്തുകൊള്ളാൻ തയ്യാറല്ല. ഞാനങ്ങോട്ട് ഇടട്ടെ. അപ്പോൾ കൊള്ളാമല്ലോ. എക്സ്ട്രാക്റ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. മുകളിൽ വെച്ചിരിക്കുന്ന മാർബിൾ കഷ്ണം എടുത്ത് മാറ്റി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഒരു മഴ പെയ്തായിരുന്നു. നനയാതിരിക്കാൻ ഇട്ടിരുന്ന പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റാം. ധൃതി വെച്ചൊന്നും ചെയ്യാതെ ശാന്തമായിട്ട് സാവകാശത്തിൽ വേണം എല്ലാം ചെയ്യാൻ. ഈച്ച കഴിവതും അറിയുക പോലും ചെയ്യാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടപ്പയിലെല്ലാം ഈച്ച വന്നിട്ടുണ്ട്. മുകളിലുള്ള സൂപ്പറിൽ അധികം തേനൊന്നും കാണുന്നില്ല. ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതൊരനുസരണം കെട്ട ഈച്ചകളാണ്. ഈ കൂട്ടിലെ ഈച്ചകൾ കുത്താൻ തുടങ്ങിയ തലങ്ങും വിലങ്ങും കുത്തിക്കളയും. അതുകൊണ്ടാണ് ഇത്തരം പ്രിക്കോഷനൊക്കെ എടുത്തത്. അടയിൽ നിന്ന് ഈച്ച വിട്ടുപോകുന്നില്ല. ഒരു ചെറിയ സ്മോക്ക് കൊടുത്താലോ, ഇത് ചെറുതായിട്ട് പുകയടിച്ചാൽ ഈച്ചകളൊക്കെ മാറുമല്ലോ. മേളിലത്തെ സൂപ്പറിൽ ഈച്ച തേൻ കുറവാണ്. ചാറ്റമഴയുള്ള ദിവസം പെയ്തുകൊണ്ടായിരിക്കാം. കുറച്ച് തേനേ ഉള്ളൂ, എന്നാലും അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്യട്ടെ. ആ തേനെടുത്ത് മാറ്റിയ ശേഷം അവർക്ക് ഇച്ചിരി പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. കടയുടെ മേളിൽ അടച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മയത്ത് ചെത്തി വിട്ടിട്ട് എക്സ്ട്രാക്ടറി വെച്ച് കറക്കും. ഈ സൂപ്പറിൽ മാത്രമേ ഉള്ളൂ തേൻ കാര്യമായിട്ട്. തേൻ ഒരു എനർജി ബൂസ്റ്റർ തന്നെയാണ്. നാച്ചുറലായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് തേൻ. അത് കൊച്ചു കുട്ടികൾക്ക് തുടങ്ങി പ്രായമുള്ളവർക്ക് വരെ നമുക്ക് നൽകാവുന്നതാണ്. ഭയങ്കര ക്ഷീണം തോന്നുമ്പോൾ വെള്ളത്തിലൊഴിച്ച് ഇച്ചിരി നാരങ്ങ കൂടെ പിഴിഞ്ഞ് കുടിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ദാഹത്തോടൊപ്പം വിശപ്പും കുറയും. പറന്നു പോകാത്ത ഈച്ചകളെ സാധാരണ ഊതിയാണ് മാറ്റുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആ ബെല്ലൈക്കണോടൊന്ന് പ്രസ് ചെയ്യണേ. അടച്ചു വെച്ചിരിക്കുന്ന അറകളൊക്കെ പതുക്കെ അറ്റം മാത്രം മുറിച്ച് കളഞ്ഞ ശേഷം നമ്മൾ എടുക്കുന്നത്. കാരണം ഈച്ചയ്ക്ക് പണി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുള്ള ധാരാളം പൂക്കളുണ്ടെങ്കിലും റബ്ബർ തളിർത്തിട്ടുണ്ടെങ്കിലും 3 ദിവസം കൊണ്ട് അത് അടനിറയ്ക്കുന്നതായിരിക്കും. എക്സ്ട്രാക്ടറിൽ വെച്ച് ഇതുപോലെ കറക്കുക. ഒരു വശം കറങ്ങി കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ വശവും കറക്കുക. അപ്പോൾ തേൻ മുഴുവനുള്ളതെല്ലാം അതിനകത്തുനിന്ന് പോകുന്നുള്ളൂ. ഇതുപോലെ എല്ലാ അടകളും സൂപ്പറിലുള്ള അടകളെല്ലാം
എടുത്തു. താഴത്തെ തട്ടിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മണ്ടോ പുഴുവോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അതിലുള്ള തേനൊന്നും എടുക്കാറില്ല, ഈച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ജാമും ജെല്ലി ഉപയോഗിക്കുന്ന സ്ഥലത്തെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഒരു ആർട്ടിഫിഷ്യൽ സാധനം ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം കൂടാനും ആയുസ് കൂടാനുമൊക്കെ തേൻ നല്ലതാണ്. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അട ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കൊക്കെ. അങ്ങനെ ഞാൻ തേനെടുത്തു. കുറച്ച് തേനേ ഉള്ളൂ, എങ്കിലും വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി. മെലിയണം എന്നുള്ളവർക്ക് രാവിലെ ഇത് കുടിക്കാം, വണ്ണം വെക്കണം എന്നുള്ളവർക്ക് രാത്രിയിൽ ഇത് കുടിക്കാം. തേനിന് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ജലദോഷം, ചുമ ഒക്കെ കുറയ്ക്കുന്നതിന് തേൻ സഹായിക്കുന്നു. ജാമും ജെല്ലി ഉപയോഗിക്കേണ്ട സ്ഥാനത്തെല്ലാം തന്നെ നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടോ ദോശയുടെ കൂടോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് തേൻ ഉപയോഗിക്കാം. ചർമ്മത്തിന് തിളക്കവും സൗന്ദര്യം ലഭിക്കുന്നതിനും തേൻ ഉപയോഗിക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോഴും മറ്റു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ തേൻ ചേർക്കാറുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ തേൻ കലർത്തി കുടിക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്ക് വേദന കുറയുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു. എപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്ന വൻതേനീച്ചയുടെ തേനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ ഔഷധ ഗുണമുണ്ട് ചെറുതേനീച്ചയുടെ തേനിന്. ചെടികളിൽ പോളിനേഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും തേനീച്ച നമ്മളെ സഹായിക്കുന്നു. തേനീച്ചകളില്ലെങ്കിൽ ഈ ലോകം തന്നെ 50 വർഷത്തിനകം അവസാനിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇവയുടെ കൂട്ടുകുടുംബ സംവിധാനം ശരിക്കും കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.